ഹലോ ഗായ്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്. മലയാളത്തിൻ്റെ സ്വന്തം ഡയറക്ടർ കം നടികർ, നമ്മുടെ സ്വന്തം രാജുവേട്ടൻ പൃഥ്വിരാജിൻ്റെ ബർത്ത്ഡേ ദിവസമാണ് ഇന്ന്. പിറന്നാൾ ആശംസകൾ മിസ്റ്റർ പൃഥ്വിരാജ്. അതുകൊണ്ട് ഇന്ന് രാവിലെ പ്രഭാസിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ പൃഥ്വിരാജ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട്. സി യു സൂൺ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പം സലാറിൻ്റെ ഒക്കെ ആയിരിക്കും, അതവിടെ നിൽക്കട്ടെ. ഏതായാലും അപ്പോൾ അതാണ് നിൽക്കട്ടെ. രാജുവേട്ടൻ്റെ പുതിയ പടം ഖലീഫയുടെ ടീസർ 2 മിനിറ്റ് 51 സെക്കൻഡിൽ ട്രെയിലർ പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ട്. ഖലീഫ ഗ്ലിംസ് ദ ബ്ലഡ് ലൈൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ചോരക്കളി. പൃഥ്വിരാജ് സുകുമാരൻ, വൈശാഖ്, ജിനു വി എബ്രഹാം ആൻഡ് ജേക്സ് ബിജോയുടെ പെട്ടപ്പിക്കൽ. സോ വൈശാഖുമായിട്ടാണ് കൈ കോർക്കുന്നത് രാജുവേട്ടൻ. സോ ഗൈസ്, ലെറ്റ്സ് വാച്ച് ഹിയർ. In what seems like a plot straight out of a movie script, police and customs officials have unearthed a multi-million-dollar gold smuggling racket operating out of the Middle East through networks in London, Nepal and Kerala. Though details remain unclear, an arrest ഇപ്പെന്തായി ഹംസേ പെട്ടുള്ളതിന്റെ ആമ ഇനി ഇന്ത്യ മഹാരാജ്യത്തെ എവിടവൻ കാലെടുത്ത് വെത്തിയാലും അപ്പ പൊക്കി അകത്തിടാം. അയ്യോ, അതാ ഈ കോഫി പോസ്റ്റ് ഒരു ഇൻട്രൻസ് കോഫി പോസ്റ്റ്. പണിക്കർ സാറെ എങ്ങക്കറിയോ ഈ നാട്ടിൽ എങ്ങനെ കൊഫെ പോസ അങ്ങ് വടക്ക് സുക്കൂർ നരേൻ ബാക്കിയും ഹാജി മസ്താനും, ഈട തെക്ക് മുതലിയാരും, പിന്നെ മാമ്പറയ്ക്കൽ അമ്മദാലി. അന്നീ 4 ആളെയും കൊണ്ട് ശരിക്കും വെള്ളം കുടിച്ചു പോയിരുന്നു മിസസ് ഗാന്ധി. അങ്ങനെ ഒരു 74 പാർലമെന്റ് കൊഫൈ പോസ പാസ്സാക്കുന്നത്. എന്നിട്ട് ആ പോസയമേൽ ഒരു 1/2 മണിക്കൂർ അമ്മദാലിനെ പിടിച്ച് അകത്തിടാൻ ഓരെക്കൊണ്ടായിട്ടില്ല സാർ. ആ അമ്മദാലിന്റെ പേരക്കുട്ടിയാവോൻ ആമിർ. സാറൊന്ന് ശ്രമിച്ചു നോക്ക് ആമിർ അലീനെ പൂട്ടാൻ. ആമിർ അലി അപ്പ കാണാം മമ്പറം പള്ളിയിലെ ഉറൂസ്. Jake Bijan. Movie Abraham. Man, stylish man. Aywa. Oh, ഇത് മറ്റൊന്നല്ലേ. Now, nobody seen. The boss. Nice. Oh, Khalifa. Vaishak. Nicely done. Wow. ഓണം 2026 മക്കളെ, ജിനു വി എബ്രഹാമിന്റെ പെടപ്പിക്കൽ. തീക്കണ്ടം പോലത്തെ ഒരു സാധനമാണ്. 2 മിനിറ്റ് 51 സെക്കൻഡോ അത് ട്രെയിലർ പോലെ തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ട്രെയിലറിൽ എന്തായിരിക്കും അവസ്ഥ? സോ എന്താണ് സംഭവം? ഇതിൽ മേജർ സംഭവം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് സുകുമാരൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് വന്നിട്ട് കാലങ്ങളായി. മൂപ്പര് സംവിധാനത്തിലേക്ക് തിരിഞ്ഞിട്ട് എമ്പുരാൻ, അതൊക്കെ നമുക്കറിയാം കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പും ഇറങ്ങി. ഇപ്പൊ ആടുജീവിതം നമുക്കറിയാം മൂപ്പരുടെ ചെയ്ത ഹാർഡ് വർക്കും കാര്യങ്ങളും. പക്ഷെ അതിന് അർഹിച്ചൊരു അംഗീകാരം കിട്ടാതെ പോയി എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരു കൊമേഴ്ഷ്യൽ ഹിറ്റ്, 100 കോടി അടിച്ചതിന് ഒബ്വിയസ്ലി. ബട്ട് അത് കൊമേഴ്ഷ്യൽ എന്ന രീതിയിൽ ഒരു പടം വന്ന് ഒരു സ്വാഗ് സാധനം വന്നിട്ട് കുറേ ആയി. ലൈക്ക് ഒരു പക്ക ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഒരു ഹീറോയിക് വേഷം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ട് കുറേ ആയി. ആ കടുവേലെല്ലാം ചെയ്തേ, കടുവയൊന്നും അങ്ങനെ വലിയ സംഭവം ഒന്നും ആയില്ല. പക്ഷെ ഈ സാധനം വൈശാഖുമായിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ജിനു വി എബ്രഹാം കുറേ കാര്യം മൂപ്പരുടെ പടം തന്നെ കുറേ ഇതിന് ആദം എന്ന് പറഞ്ഞൊരു പടം, പിന്നെ അതേപോലെ അന്വേഷിപ്പിൻ കണ്ടെത്തും, കാപ്പയുടെ ഒരു നൈസ് സാധനമായിരുന്നു. ഈവൻ അന്വേഷിപ്പിൻ കണ്ടെത്തുമ്പോൾ ഒരു നൈസ് സാധനമായിരുന്നു. ബാക്കിയൊന്നും ആദം ഒക്കെ പൊളിഞ്ഞ പടമാണ്. ഏതായാലും ഈ സാധനം കണ്ട സമയത്ത് ഒരു ഭയങ്കര ഒരു ഹൈപ്പ്, ഒരു സംഭവം അതിലുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ എഡിറ്റ്സ് ആൻഡ് കട്ട്സ്, ദാറ്റ് കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളും എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതിൽ. കാച്ചോ എന്തോ പറഞ്ഞു, കാച്ചോ
കുറെ നിയമങ്ങൾ, സ്വർണ്ണ കച്ചവടവുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഇന്ദിരാഗാന്ധി, മിസിസ് ഗാന്ധി എന്നൊക്കെ പറയുന്നുണ്ട്, അവർക്ക് പോലും പിടിക്കാൻ പറ്റിയില്ല. ആ സാധനമാണ് അമീർ അലി എന്ന് പറഞ്ഞ ഒരാള്, വമ്പൻ ഡോൺ ആണ് സംഭവം. ഏതായാലും ഞാൻ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ജേക്സ് ബിജോയിന്റെ മ്യൂസിക് മോനെ, വേറെ ലെവൽ. മൂപ്പര പടപ്പിക്കൽ അറിയാലോ, ആ ജാതി പടപ്പിക്കൽ വെച്ചിട്ടുണ്ട്. ഞാൻ വൈശാഖ് ഒബ്വിയസ്ലി നമുക്ക് എന്താ വൺ ഓഫ് ദ ഗ്രേറ്റ് ഡയറക്ടർ, നമുക്കൊരു കൊമേഴ്ഷ്യൽ പടം എടുക്കാൻ അറിയാവുന്നൊരു ഡയറക്ടർ വൈശാഖ്. മൂപ്പര് കൈവച്ചതൊന്നും അങ്ങനെ മോശമായിട്ടൊന്നുമില്ല. പുലിമുരുകനായാലും മധുരരാജ ആയാലും അതിൻ്റെ കുറേ പടങ്ങളുണ്ടല്ലോ മൂപ്പരെ. ആ മൂപ്പരുടെ സ്റ്റൈലിഷ്, ആ പിടിക്കാൻ അറിയാം മൂപ്പർക്ക്, ആ രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഏതായാലും 2026 ഓണത്തിനാണ് ഖലീഫ ഇറങ്ങുന്നത്. ആൻഡ് പൊളിക്കും എന്നാണ് എൻ്റെ ഒരു പൊളിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. എന്തായാലും ഇതൊരു സംഭവം ഹൈപ്പ് തന്നിട്ടുണ്ട്. ഏതായാലും ഇനി ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും വരണം. ഏതായാലും ഹാപ്പി ബർത്ത്ഡേ രാജുവേട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു, അവർ സംഭവം കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇത് കത്തണം എന്നാണ് ആഗ്രഹം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ രേഖപ്പെടുന്നു വിചാരിക്കുന്നു. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. റിമെമ്പർ ദ നെയിം ഗൈസ്, ബൾഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.